മെയ് 5, 2026 സഭാമാതാവ് നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യത്തിൽ ക്രിസ്തു തുടക്കത്തിലെ തന്നെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുവാനാണ് വന്നിരിക്കുന്നത്. ലോകം തരുന്ന സമാധാനം പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ലോകം നമ്മൾക്ക് സമാധാനം തരുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തരുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ലോകം തരുന്ന സമാധാനം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളെ കെട്ടിക്കൊണ്ട് തരുന്നൊരു സമാധാനമാണ്. ആ സമാധാനം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് സമാധാനത്തിന്റെ ഒരു വൈബ് ഉണ്ടാകും. അതിനുശേഷം ഈ സമാധാനം അത് കെട്ടടങ്ങിപ്പോകും. വീണ്ടും ആ സമാധാനത്തിന്റെ പുറകെ വീണ്ടും ആഡ് ചെയ്ത് കുറച്ചും കൂടി എപ്പോഴാണോ ഇത് മങ്ങിപ്പോകുന്നത് അപ്പോൾ വീണ്ടും അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സമാധാനം തരുന്നൊരു സംഭവമാണ് ലോകം തരുന്നത്. നമ്മൾ അത് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടി പേ ചെയ്യേണ്ട ആവശ്യം കൂടി വന്നിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് പരമായിട്ടുള്ള ഒരു സമാധാനമാണ് ലോകം തരുന്ന സമാധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ ക്രിസ്തു തരുന്ന സമാധാനം തികച്ചും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു തരുന്ന സമാധാനം തികച്ചും വ്യത്യസ്തമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നത് വളരെ അധികം ലിറ്റനി ഓഫ് ഫിയേഴ്സ് എന്ന് പറയും. ഒരുപാട് ഭയത്തിന്റെ നടുവിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഭയം എവിടെ നിന്ന് വരുന്നു എന്ന് മനുഷ്യർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ഒരു ഉത്തരമില്ല. അതിങ്ങനെ ഭയങ്ങളിങ്ങനെ ഓരോ ഭയം തീരുന്നവരോ അടുത്ത ഭയം വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കൊറോണയായിരുന്നു നമ്മളെല്ലാവരും ജനറൽ ആയിട്ടുള്ള ഒരു ഭയം. കൊറോണ കഴിഞ്ഞപ്പോഴേക്കും കുറെ തീവ്രവാദികളില്ലാത്ത ഭയം വരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു യുദ്ധഭയം വരുന്നു. ട്രംപ് അവിടെ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ ഇറാൻ എന്ത് ചെയ്യും, ഇസ്രായേൽ എന്ത് ചെയ്യും എന്ന് ആർക്കും അറിയത്തില്ല. അപ്പൊ പെട്ടെന്നൊരു യുദ്ധഭയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ ആളുകൾ ആണവ ആയുധങ്ങൾ ശേഖരിക്കുമ്പോൾ അത് ഭയങ്കര ഭയം വരും. ഒരിടക്ക് വെള്ളപ്പൊക്കവും സുനാമി ഇതൊക്കെയായിരുന്നു ഭയം. പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു ഭയം. അതിനുശേഷം കുറെ വൈൽഡ് ആനിമൽസ് ഇറങ്ങി വന്നു വേറെ തരുന്ന ഭയങ്ങൾ വേറെ. ഇതെല്ലാം ശേഷം വിഷം കലർന്ന ഭക്ഷണം കഴിച്ചുണ്ടാകുന്ന ഭയങ്ങൾ. അതുകൂടാണ്ട് വേറെ ഒരുപാട് ഭയങ്ങളുടെ ലിസ്റ്റ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ പഠനഭാരത്തിൽ ഉണ്ടാവുന്ന ഭയം, അധ്യാപകനായിരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ, ഇപ്പൊ കുട്ടികളെ അടിച്ചാലൊക്കെ ഭയങ്കര പ്രശ്നം, കോടതി കയറി ഇറങ്ങിയ കാലം, അങ്ങനെയുള്ള ഭയം. സാലറി പൊതുവെ കിട്ടാറില്ല, അങ്ങനെ ഒരു ഭയം. മാത്രമല്ല ഓരോ ഗ്യാസ് തീരുമ്പോൾ വീട്ടമ്മയ്ക്കുണ്ടാകുന്ന ഒരു ഭയം. പുറത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഭയം. ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഇടയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ എല്ലാ കേസിലും പെടുത്തി ലോകം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുമോ എന്നുള്ളൊരു ഭയം. പെൺകുട്ടികൾക്ക് തങ്ങളെ മിസ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭയം. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഭയങ്ങളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മനുഷ്യ ജീവിത സമയം എന്ന് പറയുന്നത്. മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം ഓരോ ഭയങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതേപോലെയുള്ള ഒരു ഭയത്തിന്റെ അലട്ടലിലായിരുന്നു നമ്മുടെ ക്രിസ്തുവിന്റെ ശിഷ്യഗണം. അവർക്ക് ഭയം ഉണ്ടോന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അന്ത്യ സമയത്തുണ്ടാകുന്ന ചില നാടകീയ രംഗങ്ങളാണ് ഇന്ന് സുവിശേഷത്തിലൂടെ കാണുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടു പോകുമ്പോൾ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിക്കുകയില്ല എന്ന് ക്രിസ്തു പറയുന്നുണ്ട്. കാരണം ഞാൻ പോകുന്നത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, അവിടെ ഭവനം തയ്യാറാക്കുവാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ആ പോകുന്നിടത്തേക്ക് അവർക്ക് വരുവാൻ സാധിക്കില്ല. അതിലേക്കുള്ള വഴി എനിക്ക് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. ഞാനാകുന്ന വഴി എന്ന് ക്രിസ്തു പറയുമ്പോൾ ഞാനാകുന്ന വഴി എന്ന് ക്രിസ്തു പറയുമ്പോൾ ഏതാണ് ഈ വഴി, വഴി ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഞങ്ങളെങ്ങനെ പിതാവിന്റെ അടുക്കിലേക്ക് വരും? ക്രിസ്തു പറയുന്ന ആ പിതാവിന്റെ അടുക്കിലേക്ക് എങ്ങനെ വരും? ക്രിസ്തു പറയുന്നു ഞാനാകുന്നു വഴിയും ജീവനും എന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും ഇവിടെ അങ്ങോട്ട് മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമാണ്. ശിഷ്യന്മാർക്കുണ്ടാകുന്ന ഭയത്തിന്റെ നടുവിലേക്കാണ് ക്രിസ്തു എന്തുമായിട്ട് വരുന്നത്? സമാധാനം നിങ്ങളോട് കൂടെ, ഞാൻ തരുന്നത് പോലത്തെ ഒരു സമാധാനം നിങ്ങൾക്ക് ലോകത്ത് എവിടെ ചെന്നാലും കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ എന്ത് തരത്തിലുള്ള പേയ്മെന്റ് ചെയ്താലും അങ്ങനെ ഒരു സമാധാനം ലഭിക്കില്ല എന്ന് ക്രിസ്തു പണ്ടേ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഒരു ആത്മീയ ഉദ്ദീപനത്തിലാണ്. പലപ്പോഴുമായിട്ട് മനുഷ്യർ ജഡികരായിട്ട് ആലസ്യത്തിൽ അല്ലെങ്കിൽ മന്ദതയിൽ
അതുമല്ലെങ്കിൽ ഒരു സുഖ സൗകര്യത്തിൽ ലയിച്ചു ജീവിക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉണർവുണ്ടാക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉത്തേജനം തരുന്നതാണ് ഈ ഒരു സമാധാനം. കാരണം ലോകം തരുന്ന സമാധാനം ഇന്ന് കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും, പിന്നീട് അത് ഡിസപ്പിയർ ആയിപ്പോകും, പിന്നീട് അപ്രത്യക്ഷമാവും. പക്ഷെ ക്രിസ്തു തരുന്ന സമാധാനത്തിന് ചില പ്രത്യേകതകളുണ്ട്. അത് ഇന്നും ഇന്നലെയും നാളെയും നിലനിൽക്കുന്നതാണ് എന്നതിന്റെ ഉറപ്പാണ്. ക്രിസ്തു തരുന്ന സമാധാനം അതിനു വേണ്ടിയാണ്. അത് ആർജിച്ചെടുക്കുവാൻ എന്തായിരിക്കണം നമ്മൾക്ക് വേണ്ട യോഗ്യത? ആ യോഗ്യതയും ക്രിസ്തു ഈ ദിവസങ്ങളിലായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, പല രീതികളിലായിട്ട്. റിക്വസ്റ്റായിട്ട് പറയുന്നുണ്ട്, ഒച്ചയെടുത്ത് പറയുന്നുണ്ട്, കൽപ്പന പുറപ്പെടുവിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പല രീതികളിലും ഈ ദിവസം വായനകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം. ക്രിസ്തുവിലുള്ള വിശ്വാസം വളരെ അനിവാര്യമാണ്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം, അതിന്റെ ആ ഒരു വാക്കുകളുടെ ഉദ്ദേശം നമ്മൾക്ക് വന്നു വീഴുകയുള്ളൂ. നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ക്രിസ്തു പറഞ്ഞത് നമ്മൾക്ക് മനസ്സിലാകും. അതിന്റെ ആ ഒരു റിസൾട്ട് നമ്മളിലുണ്ടാകും. അപ്പൊ ക്രിസ്തു പറഞ്ഞത് സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുന്നത് നമ്മളോടും അങ്ങനെ ആത്മാവോടും കൂടെ എന്ന് പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് വളർന്നിരിക്കണം. വെറും ഒരു ജഡികരായിട്ട് ജീവിച്ചാൽ അത് നമുക്ക് സാധിക്കില്ല. ശരീരത്തിന്റെ ആവശ്യങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിച്ച് പോഷിപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമാധാനം നമുക്ക് ലഭിക്കുകയില്ല. നമ്മൾ ധനികന്റെയൊക്കെ കഥ, നമ്മൾ ഒരുപാട് കലവറ നിറച്ച ഒരു ധനികന്റെ കഥ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇനി എനിക്ക് ശേഷം ജീവിതം തിന്നും കുടിച്ചും ജീവിക്കുക, വളരെയധികം എൻ്റെ 2-3 കലവറ നിറച്ച് ഞാൻ കഴിഞ്ഞിരിക്കുന്നു, അരി കൊണ്ടും ഭക്ഷണം കൊണ്ടും എല്ലാം കൊണ്ട് നിറച്ചിരിക്കുന്നതിന് വെറുതെ കിടന്നിരുന്ന് തിന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആ ധനികനെ പറ്റിയത് ധർമ്മമനസ്സിലായാൽ അവന്റെ ശരീരത്തെ പോഷിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. പക്ഷെ അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് ക്രിസ്തു നമ്മൾ കാണിച്ചത്. വിശുദ്ധ യോഹന്നാൻ പറയുന്നു, ലോകത്തിന്റെ പാപങ്ങളിലൊന്നാണ്, ലോകത്തിന്റെ തിന്മകളിലൊന്നാണ് ശരീരം. ഏറ്റവും വലിയൊരു തിന്മയാണ് എന്ന് പറയുന്നു. അപ്പോൾ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ കുഴിക്കൊണ്ട് ചാടിക്കും, നമ്മളെ അകാല മരണത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒരു വളരെയധികം ദുഃഖത്തിലേക്കും കൊണ്ട് ചാടിക്കുന്ന ഒരു കാര്യമാണ് ഈ ശാരീരികതയെ പോഷണപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ശരീരത്തെ എത്രമാത്രം പീഡിപ്പിച്ചാൽ എനിക്ക് കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന വിശുദ്ധന്മാർക്കുണ്ടായിരുന്നു. അതിലൊരാളാണ് സെയിന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ സമയത്ത് അദ്ദേഹത്തിന് പ്രലോഭനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം നിലത്ത് കിടന്ന് ഉരുളുമായിരുന്നു, കല്ലുമേൽ കിടന്ന് ഉരുളുമായിരുന്നു. ഇങ്ങനെയുള്ള മുട്ടുകുത്തി നിൽക്കല്, ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാതിരിക്കുന്ന ചില വിശുദ്ധന്മാർ ഉറങ്ങുന്നത് നല്ല കുഷ്യനുള്ള തലവണയിൽ നമ്മളെല്ലാം തലവെച്ച് കിടന്നുറങ്ങും. ചില വിശുദ്ധന്മാര് കിടന്നുറങ്ങുന്നത് കല്ലുമേൽ തലവെച്ച് കിടന്നുറങ്ങുന്ന വിശുദ്ധന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യം, ശരീരത്തിന്റെ ആഗ്രഹങ്ങളിൽ ചെന്ന് വീഴാതെ ജഡികരായിട്ട് ജീവിക്കരുത്. ജഡികരായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു തരുന്ന സമാധാനം നമുക്ക് ലഭിക്കാതെയും പോകും. മാത്രമല്ല ചെകുത്താൻ തരുന്ന ഭയം നമുക്ക് ലഭിക്കുകയും ചെയ്യും. കാരണം ക്രിസ്തു 24 മണിക്കൂറും കർമ്മനിരതനാണ് എന്നതുപോലെ തന്നെ പിശാചിന് 24 മണിക്കൂറും കർമ്മനിരതനാണ്. ക്രിസ്തുവിന്റെ മേൽ അവന് ഭരണമില്ല, അധികാരമില്ല എന്ന് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഗോസ്പലിന്റെ അവസാനം. പക്ഷേ മനുഷ്യന്റെ മേൽ അവന് അധികാരമുണ്ട്. അവന്റെ സമയമാണിത്, പിശാചിന്റെ സമയമാണ്. അപ്പൊ പിശാചിന് നമ്മളുടെ മേൽ അധികാരമുണ്ട്. അപ്പോൾ പിശാച് നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അതിനാൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ജഡികതയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ചെറിയ രീതിയിലുള്ള ശാരീരിക പീഡനം നല്ല ഒരു ആത്മീയതയിലേക്ക് നമ്മളെ നയിക്കും എന്നാണ് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഒരു അല്പനേരം മുട്ടുനിൽക്കുന്നത്, കൈ വിളക്കി വെച്ച് പ്രാർത്ഥിക്കുക, ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക, ഫാസ്റ്റിംഗ് എടുക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം ഒഴിവാക്കുക, നല്ല ഭക്ഷണമൊക്കെ വർജിക്കുക. ഇതെല്ലാം ക്രിസ്തുവിലേക്ക് അടുക്കുവാനും ക്രിസ്തു വരുന്ന ആത്മീയ വരങ്ങളായിട്ടുള്ള സമാധാനം ഉൾക്കൊള്ളുവാനുള്ള ആ ഒരു ദാനം, പരിശുദ്ധാത്മാവിന്റെ ദാനം
വരങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ സ്ഥിതിഗതിയിൽ നിന്നും നമ്മൾ മാറണം. അങ്ങനെ എല്ലാത്തരം ഭയത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതിനാൽ സ്ഥിതിഗതിയിൽ നിന്ന് മാറി പിശാചിനെ തോൽപ്പിച്ച് ക്രിസ്തുവിന്റെ സമാധാനം സ്വീകരിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം.